മാറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചോദ്യപേപ്പർ കോഡ് 92/2025 ഇന്ന് നടന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷനകത്ത് പൊളിറ്റി പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്സ് പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഒന്നാമത്തെ ചോദ്യം നമ്പർ 19, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ചോദ്യം നമ്പർ 19, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 19C, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് റിട്ട് ജൂറിസ്ഡിക്ഷൻസ് വരുന്ന ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, ക്യുവോ വാറണ്ടോ ഒക്കെ വരുന്ന ആർട്ടിക്കിൾ 32 ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 32 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ഓക്കെ, ഫൈൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതല ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് ഭേദഗതി അനുസരിച്ചാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട്, 14 എന്ന് പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ദെൻ 15 എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട്, 16 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട്, 17 എന്ന് പറയുന്ന അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 17 വരുന്നത്, 19 എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടാണ് 19 വരുന്നത്, ലൈക്ക് റിലീജിയസ് റൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ പാർലമെന്റ് ഉപരിസഭയാണ്. അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റാണ് രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭയിൽ 250 അംഗങ്ങൾ. രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് ആണ് 250. ഇപ്പം നമുക്ക് 245 അംഗങ്ങളുണ്ട്. അതായത് 233 ഇലക്ടഡ് അംഗങ്ങളും 12 നോമിനേറ്റഡ് അംഗങ്ങളും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഉപരാഷ്ട്രപതിയുടെ രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്നത് 73ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് ത്രീ ടയർ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം പഞ്ചായത്ത് കൊണ്ടുവന്ന 73 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിന് കീഴിലാണ്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഉപയോഗിക്കുന്നത് രാഷ്ട്രപതിക്ക് വേണ്ടി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തെ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഇതൊക്കെ ആണെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ചെയർമാനായിട്ട് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? പഞ്ചായത്തുകളിലേക്ക്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ നടക്കുന്നത്, രാജ്യസഭയിലേക്കും ഒക്കെ ഇലക്ഷൻ നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സോ ആ ചോദ്യപേപ്പറിനകത്ത് ചോദിച്ച പൊളിറ്റി പാർട്ടിയുടെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.